അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങുന്ന ശ്വേതാ മേനനെതിരെ കേസ് വന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ശ്വേതയെ പിന്തുണച്ച് സിനിമാ മേഖലയിലുള്ളവർ രംഗത്തെത്തി. പരാതിക്കാരന് പിന്നിൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പാണെന്ന് നടി രഞ്ജിനി ആരോപിച്ചു. കേസെടുത്തത് കോമഡിയായിട്ടാണ് തോന്നിയതെന്ന് ടൊവിനോ തോമസ് പറഞ്ഞു. ആഗസ്റ്റ് 15-ന് നടക്കുന്ന അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ശ്വേതാ മേനോനും ദേവനുമാണ്. നേരത്തെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം CJM കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ശ്വേതയ്ക്കെതിരെ കേസ് വന്നത് ആസൂത്രിത നീക്കമാണെന്ന രീതിയിലാണ് ചർച്ചകൾ. അമ്മ എന്ന സംഘടന വളരെ വലിയ സംഘടനയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഭയങ്കര ഫ്ലറിഷായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശക്തികൾ ഇവിടെ ഉണ്ട്. ശ്വേതാ മേനോന്റെ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അമ്മയെ തകർക്കലാണ്. അമ്മയിലെ അധികാര വടംവലിയുടെ ഭാഗമാണിതെന്ന് നടി മാലാ പാർവതിയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത്. അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പലതരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് നേരെ വന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് എന്താണെന്ന് അന്വേഷിക്കണം. കാരണം ഇത് വിചിത്രമായ ഇന്ന് വരെ ലോകം കേട്ടിട്ടില്ലാത്ത ഒരു ആരോപണം. ആരോപണത്തിന് പിന്നിൽ പവർ ഗ്രൂപ്പാണെന്ന വാദവുമായി നടി രഞ്ജിനിയും രംഗത്ത് വന്നു. അത് എന്താ പെട്ടെന്ന് ഇപ്പോ ഇത് വന്നത്? അപ്പൊ അത് അന്വേഷിക്കണം നമ്മള്. അയാള് ശരിക്കും പാവമാണ് എനിക്ക് തോന്നുന്നു. അയാളൊരു പുറയിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ശ്വേതയെ പിന്തുണച്ച നടന്മാരായ ടൊവിനോ തോമസും രവീന്ദ്രനും രംഗത്തെത്തി. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യകാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേരി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമണ്ണ് അടക്കമുള്ള സിനിമകളിലെ ദൃശ്യങ്ങൾ അശ്ലീലമാണെന്ന് ചൂണ്ടിക്കാട്ടി മാർട്ടിൻ മോനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മീഡിയ 1 കൊച്ചി.